ഞായർ മുതൽ ശനി വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നമ്മളിന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഓരോ രാശിയിലും ജനിച്ചവർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിനെ പറ്റിയാണ്. ചിലർക്ക് പൊതുവെ അനുകൂലമായ വാരമാണ്. ഏതു കാര്യത്തിലും ഭാഗ്യപൂർണമായ മാറ്റങ്ങൾ ഉടലെടുക്കുന്നതിന് സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ ചില അവസരങ്ങൾ വരുന്നതായിരിക്കും. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം ഈ ആഴ്ച തുടങ്ങും. പുതിയ ഫ്ലാറ്റ് വാങ്ങുന്നതിനുള്ള അവസരം ഉണ്ടാകും. വസ്തു വാഹനാദികൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ എങ്ങനെയാണ് ഗുണദോഷ സമ്മിശ്രമായി 12 രാശിക്കാർക്കും സംഭവിക്കുക എന്നതിനെപ്പറ്റി 1 by 1 ആയി ചെക്ക് ചെയ്യാം. ആദ്യമായി മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽഭാഗം. കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം. തൊഴിലിൽ പലവിധ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതാണ്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോവുകയില്ല. തടസ്സം അനുഭവപ്പെടും. നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നത് പരാജയപ്പെടാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. പ്രണയരംഗത്ത് നിരാശാജനകമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. ഈ ആഴ്ചയിൽ പലവിധത്തിലുള്ള തടസ്സങ്ങളും വിഷമങ്ങളും ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് പ്രതികൂല സ്ഥിതി കാണുന്നുണ്ട്. ധനനഷ്ടങ്ങൾ, മനക്ലേശം, ഇച്ഛാഭംഗം എന്നിവ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവരും പണം അനാവശ്യമായി മറ്റുള്ളവരെ ഏൽപ്പിച്ച് ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കാതെ ഇരിക്കുക. അടുത്തത് മിഥുനക്കുറിൽപ്പെട്ട മകയിരം അവസാന അരഭാഗം, തിരുവാതിര അതുപോലെ തന്നെ പുണർതം ആദ്യ മുക്കാൽ ഭാഗം. പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ഗുണകരമായ കുറേ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ മേഖലയിൽ പ്രവേശിക്കുന്നതിന് അവസരം ഉണ്ടാകും. സുഹൃത്ത് സഹായം ലഭിക്കും. കുടുംബ സഹിതം ഉല്ലാസയാത്ര പോകും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഈ ആഴ്ചയിൽ സംഭവിക്കുന്നതാണ്. അടുത്തത് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം അവസാന കാൽഭാഗം, പൂയം അതുപോലെ തന്നെ ആയില്യം. ഈ ആഴ്ചയിൽ അല്പസ്വല്പം തടസ്സങ്ങൾ ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് പലവിധ ക്ലേശങ്ങൾ ഉണ്ടാകും. യാത്രാക്ലേശവും അലച്ചിലും വന്നേക്കാം. ധനനഷ്ടം ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുന്നതിനിടയുണ്ട്. സംഭാഷണങ്ങൾ മിതത്വമായും കരുതലോടെയും സംസാരിക്കുന്നത് നന്നായിരിക്കും. അടുത്തത് ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. പൊതുവെ അനുകൂലമായ മാറ്റങ്ങൾ ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നതാണ്. ഏതു കാര്യത്തിലും ഗുണാത്മകമായ പരിവർത്തനങ്ങൾ അനുഭവപ്പെടും. സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. നൂതന സംരംഭങ്ങൾ ഉടലെടുക്കുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തുഷ്ടി നിലനിൽക്കും. ഗുണാത്മകമായ പുതിയ പല കാര്യങ്ങളും അനുഭവത്തിൽ വരുന്നതായിരിക്കും. പുതിയ പ്രണയബന്ധം ഉടലെടുക്കുന്നതിന് സാധ്യത കാണുന്നു. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. പൊതുവെ ഗുണകരമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകാനിടയുണ്ട്. ധനപരമായ പുരോഗതി ഉണ്ടാകും. പുതിയ തൊഴിലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. അപൂർവ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. പുതുവസ്ത്രങ്ങളും ആഭരണാദികളും ലഭിക്കും. വാരാന്ത്യം ബന്ധുസമാഗമം, മനസ്സമാധാനം, മനസ്സന്തോഷം, ഉല്ലാസയാത്രകൾ എന്നിവ അനുഭവത്തിൽ വരും. ദീർഘകാലത്തെ ആഗ്രഹ സാഫല്യം സാധിച്ചെടുക്കുന്നതും ആയിരിക്കും ഈ യാത്രയിൽ. അടുത്തത് തുലാം കൂറിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം, ചോതി അതുപോലെ തന്നെ വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിത തടസ്സങ്ങൾ പലതും ഉണ്ടാകും. സാമ്പത്തിക നഷ്ടങ്ങൾ, മനക്ലേശം, ഇച്ഛാഭംഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ ഉടലെടുക്കാം. വാഹനം ഓടിക്കുന്നവർ ഈ ആഴ്ച കൂടുതൽ ശ്രദ്ധിക്കണം.
സംസാരം അല്പം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വ്യായാമ മാർഗങ്ങളും മറ്റും സ്വീകരിക്കുന്നതും മികച്ച ഫലം നൽകുന്നതായിരിക്കും. അടുത്ത വൃശ്ചിക ഉൾപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട. പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. യാത്രാക്ലേശം ഉണ്ടാകാം, അലച്ചിലുണ്ടാകാം, കുടുംബപരമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം, തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പലവിധ നഷ്ടങ്ങളും കച്ചവട മാന്ദ്യവും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം ആദ്യകാൽഭാഗം. ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പുരോഗതി കൈവരിക്കും. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനിടയുണ്ട്. ആദായകരമായ പുതിയ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് അവസരമുണ്ടാകും. അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പുതിയ പ്രണയബന്ധം ഉടലെടുക്കുന്നതിന് അവസരമുണ്ടാകുന്നതായി കാണുന്നു. ദീർഘകാലമായി ചിന്തിക്കുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്നതായും കാണാൻ സാധിക്കുന്നു. അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ ആഴ്ച കാര്യങ്ങൾ നടന്നെന്ന് വരില്ല. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകും. ധനനഷ്ടങ്ങൾ ഉണ്ടാകാം, ഇച്ഛാഭംഗം ഉണ്ടാകാം, മനക്ലേശത്തിന് സാധ്യത, കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുവാൻ ഇടയുണ്ട്. അതുപോലെ ആരോഗ്യപരമായും ചില വിഷമാവസ്ഥകൾ ഉടലെടുക്കാം. സമഗ്രമായ രാശിചിന്ത ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന അരഭാഗം, ചതയം, അതുപോലെ തന്നെ പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പൊതുവെ അനുകൂലമായ വാരമാണ്. ഏത് കാര്യത്തിലും ഭാഗ്യപൂർണമായ മാറ്റങ്ങൾ ഉടലെടുക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് പുതിയ ചില അവസരങ്ങൾ വന്നു ചേരും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങും. അതുപോലെ തന്നെ ഫ്ലാറ്റ് വാങ്ങുന്നതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. വസ്തുവാഹനാദികൾ കൈവശം വന്നു ചേരുന്നതാണ്. അവസാനമായി മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, അതുപോലെ തന്നെ രേവതി. അവിചാരിതമായ നഷ്ടങ്ങൾ പലതും ഈ ആഴ്ച ഉണ്ടാകുന്നതിനിടയുണ്ട്. യാത്രാ അവസരങ്ങൾ വളരെയധികം സൂക്ഷിക്കുക. ധനനഷ്ടം സംഭവിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പുതിയ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുന്നതിന് ശ്രമിച്ചേക്കാം. പക്ഷേ തടസ്സങ്ങളും പരാജയങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുള്ളതിനാൽ കുടുംബക്ഷേത്ര ദർശനം നടത്തുകയും നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു പരിധിവരെയുള്ള പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നതും ആയിരിക്കും. ഈ ആഴ്ചത്തെ ഫലം ഇവിടെ നിർത്തുന്നു. അടുത്ത ആഴ്ചത്തെ ഫലവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.